ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാജു സി ജി വ്ളോഗ്സ്. ഇന്ന് ഞാനൊരു ക്രിസ്മസ് വ്ളോഗാണ് എടുക്കുന്നത്. ക്രിസ്മസിൽ ഞങ്ങൾ വീടൊക്കെ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചു, പുൽക്കൂടുണ്ടാക്കി. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇഷ്ടമായോ? ഞങ്ങളുടെ പുൽക്കൂടൊക്കെ രാജേട്ടനും ആണ് സെറ്റ് ചെയ്തത് കേട്ടോ. ഞാൻ രാജേട്ടനെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഉണ്ണീശോയൊക്കെ വെച്ചിട്ട് പള്ളിയിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുവാണ് കേട്ടോ. ഞങ്ങൾ പള്ളിയിൽ പോകാൻ ഒരുങ്ങിയിരിക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ ഞങ്ങളുടെ പുൽക്കൂടൊക്കെ കാണിക്കാമെന്ന് വെച്ചു. ഇഷ്ടമായോ ഞങ്ങളുടെ പുൽക്കൂട്? രാജേട്ടൻ ഇതിൽ സ്പെഷ്യലായിട്ട് ഒരു കിണറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതായത് ഞങ്ങളുടെ പുൽക്കൂടിൻ്റെ സെറ്റിൽ ഒരു എക്സ്ട്രാ ഒരു വെള്ളം എടുക്കുന്ന ഒരു സ്ത്രീയെയും കൂടെ കണ്ട്. അപ്പോൾ രാജേട്ടൻ ഒരു ഐഡിയ, നമുക്ക് ഒരു കിണർ പോലെ സെറ്റ് ചെയ്ത് വെച്ചാലോ എന്ന് വെച്ചിട്ട് ഒരു കിണറും ഒക്കെ രാജേട്ടനത് പുൽക്കൂട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഇനി ഞങ്ങൾ ഒരുങ്ങാൻ പോവുകയാണ് കേട്ടോ. ഒരുങ്ങാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഗ്രീൻ കളറാണ് ക്രിസ്മസിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പപ്പാഞ്ചി വേണം, പിള്ളേരല്ലേ. ഞങ്ങൾ വിചാരിച്ചു അവർ കളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവർ കുറച്ച് സമയം കളിച്ച് അവർക്ക് വേണ്ടി ഞങ്ങൾ പൈസയൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ പള്ളിയിൽ പോകാൻ വേണ്ടി ഒരുങ്ങി. പള്ളിയിൽ പോയി. ഞങ്ങളുടെ പള്ളിയിൽ 10:45 കുർബാനയെല്ലാം കഴിഞ്ഞു. പിന്നീട് ഞങ്ങൾ പ്രദക്ഷിണം ഉണ്ടായിരുന്നു, നിശ്ചയക്കൂട് കുട്ടി. അപ്പോൾ പ്രദക്ഷിണത്തിനൊക്കെ പോയി. ഹായ് ഫ്രണ്ട്സ്, പള്ളിയിൽ വേദപാഠ കുട്ടികൾ പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നേ. അതുകൊണ്ട് പിന്നെ ഉണ്ണീശ മുത്തുന്ന തിരക്ക് കുറച്ച് കുറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഉണ്ണീശ മുത്തി നേർച്ചയൊക്കെ ഇട്ട് വീട്ടിലേക്ക് മടങ്ങി. പിന്നീട് വീട്ടിൽ വന്ന് ഫസ്റ്റ് ഞങ്ങൾ ക്രിസ്മസ് ആഘോഷത്തിന് തുടക്കം ഇട്ടുകൊണ്ട് കേക്കും വൈനും ഒക്കെ മുറിച്ചു. അതിന് ശേഷം പിന്നെ ഞങ്ങൾ കിടന്ന് കുറച്ച് റീൽസൊക്കെ എൻ്റെ റോസ്റ്റൈൽ ചാനൽ ഇടാൻ വേണ്ടിയുള്ള റീൽസൊക്കെ കുറച്ചെടുത്തു. പിന്നെ അതിന് ശേഷം ഉറങ്ങി. ഏകദേശം ഒരു 2 മണിക്കാണ് ഈ പരിപാടി നടത്തുന്നത് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ഉറങ്ങി. പിറ്റേ ദിവസം ക്രിസ്മസിന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് പച്ചറൊട്ടിയും ബീഫ് സ്റ്റൂവാണ്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഡിന്നറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ സ്പെഷ്യലായിട്ട് കുറച്ച് ഫ്രൈസ് ഞാൻ ഉണ്ടാക്കി. ബീഫ് ക്രിസ്മസ് അല്ലേ, എന്തെങ്കിലും സ്പെഷ്യൽ വേണ്ടേ? ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ, പിന്നെ സാധാരണ പോലെ തന്നെ മീൻ കറി, ചിക്കൻ കറി, അങ്ങനെ കുറച്ച് മെനൂസൊക്കെ ഞാൻ റെഡിയാക്കി. അങ്ങനെ ഞങ്ങൾ ക്രിസ്മസ് അടിച്ചു പൊളിച്ചു. എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെ ആശംസകൾ. അതോടൊപ്പം തന്നെ എൻ്റെ റോസ്റ്റൈൽ ചാനൽ, എനിക്കൊരു ചാനലുണ്ട്, അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങളുടെ രാജസ്വിജി വ്ളോഗ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സീ യു.